ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം 100 പ്രധാന വാർത്തകൾ. കർണാടക നിയമസഭയിൽ മുഖ്യമന്ത്രി കുമാരസ്വാമി വിശ്വാസ വോട്ട് തേടുന്നു. ഏത് വെല്ലുവിളിയും നേരിടാൻ കോൺഗ്രസ് ദൾ സർക്കാർ തയ്യാറെന്ന് കുമാരസ്വാമി സഭയെ അറിയിച്ചു. സർക്കാർ പക്ഷത്തെ 100 MLA-മാരാണ് സഭയിലെത്തിയിരിക്കുന്നത്. 15 വിമത MLA-മാരും സഭയിൽ എത്തിയില്ല. നിയമസഭയിൽ സർക്കാർ പരാജയപ്പെടുമെന്ന് BJP നേതാവ് യെദ്യൂരപ്പ. കോൺഗ്രസ് JDS സഖ്യത്തിന് 100-ൽ താഴെ അംഗങ്ങളുടെ പിന്തുണയെ സഭയിലുള്ളൂ. BJPക്ക് ഇപ്പോൾ 105 MLA-മാരുടെ പിന്തുണയുണ്ടെന്നും യെദ്യൂരപ്പ. അയോധ്യ ഭൂമി തർക്ക കേസിൽ മധ്യസ്ഥ സമിതിക്ക് സമയം നീട്ടി നൽകി സുപ്രീംകോടതി. ജൂലൈ 31 വരെ സമയം നീട്ടി നൽകി. ഓഗസ്റ്റ് 2 മുതൽ അന്തിമവാദം തുടങ്ങുമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ച്. ആന്തൂരിലെ പ്രവാസി വ്യവസായി സാജൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നഗരസഭയ്ക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. നിർമ്മാണത്തിൽ വീഴ്ച കണ്ടെത്തിയതുകൊണ്ടാണ് പെർമിറ്റ് നൽകാതിരുന്നത്. വിജിലൻസിന്റെ സംയുക്ത പരിശോധനയിലും വീഴ്ച കണ്ടെത്തിയെന്ന് സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. യൂണിവേഴ്സിറ്റി കോളേജ് സംഘർഷത്തിൽ അഖിലിനെ കുത്തിയ ശേഷം പ്രതികൾ ഒളിവിൽ പോയത് SFI യൂണിറ്റ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമെന്ന് പ്രതികൾ. സംഭവത്തിനു ശേഷം PMG സ്റ്റുഡന്റ് സെന്ററിൽ കമ്മിറ്റി ചേർന്നുവെന്നും ചോദ്യം ചെയ്യലിൽ പ്രതികൾ വെളിപ്പെടുത്തി. കേസിലെ 1ഉം 2ഉം പ്രതികളായ ശിവരഞ്ജിത്ത്, നസീം എന്നിവരെ ഇന്ന് കോളേജിലെത്തിച്ച് തെളിവെടുക്കും. സാങ്കേതിക തകരാർ മൂലം മാറ്റിവെച്ച ചന്ദ്രയാൻ 2 വിക്ഷേപണം തിങ്കളാഴ്ച നടക്കും. റോക്കറ്റിലെ ക്രയോ ഇന്ധന ടാങ്കിന് മുകളിലുള്ള ഗ്യാസ് ബോട്ടിലിൽ കണ്ടെത്തിയ തകരാർ പൂർണ്ണമായി പരിഹരിക്കാൻ സാധിച്ച പശ്ചാത്തലത്തിലാണ് വിക്ഷേപണം തിങ്കളാഴ്ച നടക്കുന്നത്. ഹയർ സെക്കൻഡറി പരീക്ഷയിലെ ക്രമക്കേട് തടയാൻ പരീക്ഷാ നടത്തിപ്പിൽ സമഗ്ര അഴിച്ചുപണിക്ക് സർക്കാർ തീരുമാനം. പരീക്ഷാ കേന്ദ്രമായ സ്കൂളിൽ അതേ സ്കൂളുകളിലെ അധ്യാപകരെ അഡീഷണൽ ചീഫ് സൂപ്രണ്ടായി നിയമിക്കുന്ന ഉത്തരവ് റദ്ദാക്കി. മറ്റ് സ്കൂളുകളിൽ നിന്നുള്ള മുതിർന്ന അധ്യാപകരെ മാത്രം ഈ ചുമതലയിൽ നിയമിച്ചാൽ മതിയെന്നാണ് പുതിയ ഉത്തരവ്. ഉത്തരേന്ത്യയിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും പ്രളയത്തിലും കനത്ത മഴയിലും മരണസംഖ്യ 111 കവിഞ്ഞു. ബീഹാറിൽ മാത്രം 67 പേർ മരിച്ചു. അസമിൽ 27ഉം ഉത്തർപ്രദേശിൽ 17 പേരും മരിച്ചു. ബീഹാറിൽ 1.5 ലക്ഷം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ശരവണ ഭവൻ ഉടമ P. രാജഗോപാൽ അന്തരിച്ചു. രാവിലെ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം. ഹോട്ടൽ ജീവനക്കാരന്റെ മകളെ കല്യാണം കഴിക്കാനായി ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് ഏതാനും ദിവസം മുൻപാണ് രാജഗോപാൽ കീഴടങ്ങിയത്. കുൽഭൂഷൺ ജാദവ് കേസിൽ ഹേഗിലെ അന്താരാഷ്ട്ര കോടതിയിൽ ഇന്ത്യൻ വാദങ്ങൾ അംഗീകരിക്കപ്പെട്ടെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. കോടതിയുടെ തീരുമാനങ്ങൾ ഏകകണ്ഠമായിരുന്നു. കുൽഭൂഷൺ ജാദവിനെ സുരക്ഷിതമായി രാജ്യത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും മന്ത്രി അറിയിച്ചു. SFIക്കും DYFIക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി CPI ജില്ലാ സെക്രട്ടറി P. രാജു. SFIക്കാർ ഏകപക്ഷീയമായി വിദ്യാർത്ഥികളെ ആക്രമിക്കുകയാണ്. DYFIക്കാർ തന്നെ ആക്രമിക്കാൻ വന്നപ്പോൾ പോലീസുകാർ നോക്കി നിന്നുവെന്നും രാജു ആരോപിച്ചു. പാലാരിവട്ടം മേൽപ്പാലം സമരത്തിന്റെ സമാപനത്തിൽ പങ്കെടുക്കില്ലെന്നും P. രാജു പറഞ്ഞു. എബോള വൈറസ് ബാധ സ്ഥിരീകരിച്ച മധ്യാഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലോകാരോഗ്യ സംഘടന. കോങ്കോയുടെ അയൽ രാജ്യങ്ങൾ കർശന ജാഗ്രത പുലർത്തണമെന്നും ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചിട്ടുണ്ട്. വർക്കല SR മെഡിക്കൽ കോളേജ് ക്രമക്കേടിൽ ഗവർണർ ജസ്റ്റിസ് P. സദാശിവം റിപ്പോർട്ട് തേടി. ആരോഗ്യവകുപ്പിനോടും ആരോഗ്യ സർവകലാശാലയോടുമാണ് റിപ്പോർട്ട് തേടിയത്. മെഡിക്കൽ കൌൺസിലിന്റെ പരിശോധനയ്ക്കായി ആശുപത്രിയിൽ വാടകയ്ക്ക് രോഗികളെ എത്തിച്ചതടക്കമുള്ള ക്രമക്കേടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യത. ഇന്നും നാളെയും ഇടുക്കിയിലും വടക്കൻ ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കനത്ത മഴ കണക്കിലെടുത്ത് സംസ്ഥാനത്ത് ഈ മാസം 21 വരെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. പ്രളയാനന്തര പുനർനിർമ്മാണത്തിനായി ഹൈക്കോടതി നിയോഗിച്ച ലോക് അദാലത്തുകളെ അട്ടിമറിക്കാൻ സർക്കാർ ശ്രമം. ഒരു പരാതിക്കാരൻ പോലും ഇതുവരെ സമീപിച്ചിട്ടില്ലെന്ന് ലോക് അദാലത്ത് വ്യക്തമാക്കി. 2ാം ഘട്ടത്തിൽ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർക്കാർ പരിഹരിച്ചത് 154 പരാതികൾ മാത്രമാണെന്നും വിവരാവകാശ രേഖ. തലശ്ശേരി ബ്രണ്ണൻ കോളേജ് ക്യാമ്പസിൽ വീണ്ടും കൊടിമരം സ്ഥാപിക്കാൻ വന്ന ABVP പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ മാർച്ച് അവസാനിച്ച ശേഷം പ്രിൻസിപ്പലിന്റെ അനുമതിയോടുകൂടി കൊടിമരം സ്ഥാപിച്ചാൽ മതിയെന്നാണ് പോലീസിന്റെ നിലപാട്. കഴിഞ്ഞ ദിവസം ABVP സ്ഥാപിച്ച കൊടിമരം പ്രിൻസിപ്പൽ നേരിട്ടെത്തി എടുത്തു മാറ്റിയത് വിവാദമായിരുന്നു.
സംസ്ഥാനത്തെ പട്ടയ വിതരണം ഊർജിതമാക്കുമെന്നും 1 വർഷത്തിനുള്ളിൽ 1 ലക്ഷം പട്ടയം കൂടി വിതരണം ചെയ്യുമെന്നും റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ഈ വർഷം ഡിസംബറിനുള്ളിൽ 50,000 പേർക്ക് പട്ടയം നൽകും. അടുത്ത മെയ് മാസത്തിനുള്ളിൽ ബാക്കിയുള്ളവ വിതരണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. കാണാതായ മകനെ തിരിച്ചുകിട്ടാൻ ഫ്ലവേഴ്സിന്റെ അനന്തരം പരിപാടി വഴിയൊരുക്കി. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഫ്ലവേഴ്സ് TV സംപ്രേഷണം ചെയ്ത പരിപാടിയിലൂടെയാണ് 3 ദിവസങ്ങൾക്ക് മുൻപ് കാണാതായ സന്തോഷിനെ ചെങ്ങന്നൂരിലെ ബന്ധുക്കൾക്ക് തിരിച്ചുകിട്ടിയത്. യുവാവിനൊപ്പം ഫോട്ടോ എടുത്തതിന്റെ പേരിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തി. ആഗ്രയിലാണ് സംഭവം. ഇരുവരും പ്രണയത്തിലാണെന്ന സംശയത്തെ തുടർന്നാണ് 16-കാരിയായ മകളെ അച്ഛൻ കൊലപ്പെടുത്തിയത്. രാജ്യത്ത് 30% പേർ ഉപയോഗിക്കുന്നത് വ്യാജ ഡ്രൈവിംഗ് ലൈസൻസുകളെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. പാർലമെന്റിൽ മോട്ടോർ വാഹന ഭേദഗതി ബില്ലിനെപ്പറ്റി സംസാരിക്കുമ്പോഴാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ IAS, IPS, IRS വിഭാഗങ്ങളിൽ 86 ഓഫീസർമാർക്കെതിരെ CBI അഴിമതി കേസെടുത്തതായി കേന്ദ്ര പേഴ്സണൽ സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഇതിൽ 20 കേസുകളിലായി 26 ഓഫീസർമാർ ശിക്ഷിക്കപ്പെട്ടതായും മന്ത്രി പറഞ്ഞു. ഉത്തർപ്രദേശിലെ ഫത്തേപൂർ ജില്ലയിൽ മദ്രസയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരാൾ അറസ്റ്റിൽ. ആക്രമണം നടത്തിയ ഒരു സംഘം ആളുകൾ മദ്രസയുടെ ചുറ്റുമതിൽ തകർക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പാക് ജയിലുകളിൽ തടവിലായിരുന്ന 2210 ഇന്ത്യൻ തടവുകാരെ സുരക്ഷിതമായി രാജ്യത്തെത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. മത്സ്യബന്ധന തൊഴിലാളികൾ അടക്കമുള്ളവർ ഇതിൽ ഉൾപ്പെടും. ഈ വർഷം മാത്രം 362 പേരെ തിരിച്ചെത്തിച്ചു. നീറ്റിന് പകരം അവസാന വർഷ MBBS പരീക്ഷയെ ലൈസൻസിയേറ്റ് പരീക്ഷയാക്കി മാറ്റാൻ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലിന് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. മെഡിക്കൽ, PG പ്രവേശനം ആഗ്രഹിക്കുന്ന വിദേശ വിദ്യാർത്ഥികളും ഈ പരീക്ഷ എഴുതണം. അവസാന വർഷ MBBS പരീക്ഷ നാഷണൽ എക്സിറ്റ് ടെസ്റ്റ് എന്ന പേരിലാകും അറിയപ്പെടുക. ഡാം സുരക്ഷാ ബില്ലിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. രാജ്യത്തെ 5600 അണക്കെട്ടുകളുടെ സുരക്ഷയ്ക്ക് ഏകീകൃത മാനദണ്ഡമുണ്ടാക്കുകയാണ് ബില്ലിലൂടെ ഉദ്ദേശിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളും ഡാം സുരക്ഷാ ഓർഗനൈസേഷൻ ഉണ്ടാക്കണമെന്ന് ബില്ലിലുണ്ട്. ഇരു കൈകളിലും തോക്കുമായി ആഘോഷ നൃത്തം ചെയ്ത ഉത്തരാഖണ്ഡ് MLAയെ 6 വർഷത്തേക്ക് BJP പുറത്താക്കി. ഉത്തരാഖണ്ഡ് MLA ആയ പ്രണബ് സിംഗ് ചാമ്പ്യനെതിരെയാണ് പാർട്ടി നടപടി. മാധ്യമപ്രവർത്തകനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന് പ്രണബ് നേരത്തെ തന്നെ സസ്പെൻഷനിലായിരുന്നു. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എല്ലാ കാലത്തേക്കും തുടരാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്ന് കേന്ദ്ര കൃഷി ഗ്രാമവികസന മന്ത്രി നരേന്ദ്രസിംഗ് തോമർ. ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നതെന്നും അതുവരെ മാത്രം പദ്ധതി തുടരുമെന്നും നരേന്ദ്രസിംഗ് പറഞ്ഞു. പ്രമുഖ ബംഗാളി സിനിമാ നടൻ സ്വരൂപ് ദത്ത അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 1968 പുറത്തിറങ്ങിയ അപാഞ്ചനാണ് സ്വരൂപ് ദത്തയുടെ ഏറ്റവും ശ്രദ്ധേയ ചിത്രം. വിചാരണ തടവുകാരുമായി പോവുകയായിരുന്ന ജയിൽ വാനിന് നേരെയുണ്ടായ വെടിവെപ്പിൽ 2 പോലീസുകാർ കൊല്ലപ്പെട്ടു. ഉത്തർപ്രദേശിലെ സാംബലിലാണ് സംഭവം. 3 വിചാരണ തടവുകാരെ അക്രമി സംഘം രക്ഷപ്പെടുത്തി. സ്കൂളിലെ കുടിവെള്ള ടാപ്പിൽ നിന്നുള്ള മലിനജലം കുടിച്ച് 2 കുട്ടികൾ മരിച്ചു. ഉത്തർപ്രദേശിലെ സൽബാഗ് ഗ്രാമത്തിലാണ് സംഭവം. ഇതേ ടാപ്പിൽ നിന്ന് വെള്ളം കുടിച്ച 52 വിദ്യാർത്ഥികളെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉത്തർപ്രദേശിൽ ഭൂമി തർക്കത്തെ തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിലും വെടിവെപ്പിലും 3 സ്ത്രീകളടക്കം 9 പേർ മരിച്ചു. സോൻഭദ്ര ജില്ലയിലെ ഉഭയിലാണ് സംഭവം. ഏറ്റുമുട്ടലിൽ 19 പേർക്ക് പരുക്കേറ്റു. വൈദ്യുത വാഹനങ്ങൾക്കായി തെലങ്കാനയിൽ 3 ലിഥിയം അയൺ ബാറ്ററി പ്ലാന്റുകൾ തുടങ്ങും. 10 ജിഗാവാട്ട്സ് ഉൽപാദന ശേഷിയാണ് ലക്ഷ്യമിടുന്നത്. 1 വർഷത്തിനകം ഇവ പ്രവർത്തനം ആരംഭിക്കും. കുംഭകോണത്ത് സംഘടിപ്പിക്കുന്ന ബീഫ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ ഫേസ്ബുക്കിലൂടെ ആളുകളെ ക്ഷണിച്ച യുവാവ് തമിഴ്നാട്ടിൽ അറസ്റ്റിൽ. തഞ്ചാവൂർ സ്വദേശി S. ഏഴിലനാണ് അറസ്റ്റിലായത്. തമിഴ്നാട് കുടിയേറിച്ച കക്ഷിയുടെ സ്ഥാപക നേതാവാണ് ഏഴിലൻ. കോഴിയിറച്ചിയും മുട്ടയും അടക്കമുള്ളവ സസ്യഭക്ഷണമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി ശിവസേന നേതാവും രാജ്യസഭാ MPയുമായ സഞ്ജയ് റാവത്ത്. കോഴിയിറച്ചി സസ്യഭക്ഷണമാണോ സസ്യേതര ഭക്ഷണമാണോ എന്ന കാര്യം വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ജോലിക്കിടെ ടിക്ടോക്ക് ചെയ്ത് സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി. തെലങ്കാനയിലെ ഖമ്മം മുനിസിപ്പൽ കോർപ്പറേഷനിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ജില്ലാ കളക്ടർ നടപടി സ്വീകരിച്ചത്. സ്ഥലം മാറ്റിയതിനു പുറമെ ഇവരുടെ ശമ്പളവും വെട്ടിക്കുറച്ചു. ദേശീയ അന്വേഷണ ഏജൻസി കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത 14 തമിഴ്നാട് സ്വദേശികൾ ISന്റെ യൂണിറ്റ് സ്ഥാപിക്കാൻ ദുബായിൽ നിന്ന് ധനസമാഹരണം നടത്തിയതായി വെളിപ്പെടുത്തൽ. ഇവർക്ക് ഭീകര സംഘടനയായ അൽ ഖായിദയുമായും യമനിലെ ഭീകര സംഘടനയായ അൻസറുള്ളയുമായും ബന്ധമുണ്ടെന്ന് NIA സ്ഥിരീകരിച്ചു.
ഗതാഗത തടസ്സമുണ്ടാക്കിയത് ചോദ്യം ചെയ്ത് ട്രാഫിക് പോലീസുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. മുംബൈയിലെ ചെൻപൂരിലാണ് സംഭവം. മദ്യപിച്ച് വണ്ടിയോടിച്ച താനെ സ്വദേശികളായ 3 പേരാണ് വികാസ് മുണ്ടെ എന്ന പോലീസുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. സോപ്പോറിലെ ഗുൻബ്രാത്ത് മേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ ലഷ്കർ-ഇ തൈബ ഭീകരനെ സുരക്ഷാസേന വധിച്ചു. ജമ്മുകശ്മീർ പോലീസും സുരക്ഷാസേനയും സംയുക്തമായി നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഭീകരനെക്കുറിച്ച് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു പരിശോധന. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ പ്രതിയാക്കപ്പെട്ട പെൺകുട്ടി ജാമ്യം ലഭിക്കാനുള്ള ഉപാധിയായി മതഗ്രന്ഥം വിതരണം ചെയ്യണമെന്നുള്ള നിർദ്ദേശം ജാർഖണ്ഡ് കോടതി ഒഴിവാക്കി. കോളേജ് വിദ്യാർത്ഥിനിയായ റിച്ച ഭാരതിയോടായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ഉപാധി അംഗീകരിക്കില്ലെന്നും അത്തരത്തിൽ ജാമ്യം വേണ്ടെന്നും റിച്ച വ്യക്തമാക്കിയിരുന്നു. നെൽസൺ മണ്ടേലയുടെ ജന്മവാർഷികമായ ഇന്ന് മണ്ടേല ദിനമായി ആചരിക്കുകയാണ്. മനുഷ്യാവകാശ പോരാട്ടങ്ങളുടെയും സ്വാതന്ത്ര്യ സമരങ്ങളുടെയും എക്കാലത്തെയും വലിയ പ്രതീകമായാണ് നെൽസൺ മണ്ടേലയെ ലോകം നോക്കിക്കാണുന്നത്. 2013 ഡിസംബർ 5-നാണ് ദക്ഷിണാഫ്രിക്കയുടെ മുൻ പ്രസിഡന്റായ നെൽസൺ മണ്ടേല അന്തരിച്ചത്. ഇറാനിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്നില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധത്തിലേറെ പുരോഗതിയുണ്ടെന്നും എന്നാൽ ആണവായുധം നേടിയെടുക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നും ട്രംപ് പറഞ്ഞു. ബ്രസീലിൽ കോടികൾ വിലയുള്ള ആഡംബര കാറുകളുടെ വ്യാജ പതിപ്പുകൾ ഉണ്ടാക്കുന്ന വർക്ക്ഷോപ്പ് നടത്തുന്ന അച്ഛനും മകനും പിടിയിൽ. ഫെറാരി, ലംബോർഗിനി തുടങ്ങിയവയുടെ വ്യാജ മോഡലുകൾ രഹസ്യമായി നിർമ്മിച്ചിരുന്ന വർക്ക്ഷോപ്പ് പോലീസ് അടപ്പിച്ചു. സുഡാനിൽ രാഷ്ട്രീയ പ്രതിസന്ധികൾക്ക് അയവ്. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സുഡാനിൽ അധികാരം പങ്കിടാനുള്ള ഉടമ്പടിയിൽ സൈനിക ഭരണകൂടവും പ്രക്ഷോഭകാരികളും ഒപ്പുവെച്ചു. മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഉടമ്പടിക്ക് ഔദ്യോഗിക രൂപമായത്. വെനിസ്വേലയ്ക്കെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ഒരുങ്ങി യൂറോപ്യൻ യൂണിയൻ. വെനിസ്വേലയിലെ സുരക്ഷാ സൈന്യം നടത്തുന്ന മനുഷ്യാവകാശ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. എത്രയും വേഗം രാജ്യത്തെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന് യൂറോപ്യൻ യൂണിയൻ നിർദ്ദേശിച്ചു. ഇറാഖിലെ കുർദിഷ് മേഖലയിൽ തുർക്കി കോൺസുലേറ്റ് ഉദ്യോഗസ്ഥൻ വെടിയേറ്റ് മരിച്ചു. ഒരു സിവിലിയന് പരുക്കേറ്റു. കുർദിസ്ഥാൻ സ്വയംഭരണ മേഖലയുടെ തലസ്ഥാനമായ ഇർബിലിൽ തുർക്കി ഉദ്യോഗസ്ഥർ പതിവായി എത്താറുള്ള റെസ്റ്റോറന്റിലാണ് വെടിവയ്പുണ്ടായത്. ഖത്തറിലേക്ക് പുതിയ സ്ഥാനപതിയെ നിയോഗിച്ച ജോർദൻ. 2 വർഷം മുൻപ് ഗൾഫ് പ്രതിസന്ധിയെ തുടർന്നാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളായത്. 2017-ൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ സ്ഥാനപതിമാരെ തിരിച്ചു വിളിച്ചിരുന്നു. യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള കുടിയേറ്റത്തിൽ 57% വർധന വരുത്താൻ US. കുടുംബം, മാനുഷിക പരിഗണന എന്നിവ അടിസ്ഥാനമാക്കിയാകും തെരഞ്ഞെടുപ്പ്. കഴിവും യോഗ്യതയും ഉള്ളവരെ രാജ്യത്തെത്തിക്കുക വഴി 10 വർഷത്തിനകം $50,000 കോടി നികുതി വരുമാനമുണ്ടാക്കുമെന്ന് ട്രംപിന്റെ ഉപദേഷ്ടാവ് ജാരദ് കുഷ്ണർ വ്യക്തമാക്കി. ഇന്ത്യയുടെ സമ്മർദ്ദത്തിന് പിന്നാലെ പാകിസ്ഥാനുമായി ഒപ്പുവെച്ച 50,000 തോക്കുകൾക്കുള്ള കരാറിൽ നിന്ന് റഷ്യ പിന്മാറി. പാകിസ്ഥാനുമായി ഭാവിയിൽ യാതൊരു ആയുധ ഇടപാടും ഉണ്ടാകില്ലെന്നും റഷ്യ ഇന്ത്യയ്ക്ക് ഉറപ്പ് നൽകി. റഷ്യയിൽ നിന്ന് 50,000 AK സീരീസിലെ അസോൾട്ട് തോക്കുകൾ വാങ്ങാനുള്ളതായിരുന്നു കരാർ. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിനെത്തിയ ആദ്യ മലയാളി സംഘം മക്കയിലെത്തി. മദീന സന്ദർശനം പൂർത്തിയാക്കി മക്കയിലെത്തിയ സംഘത്തെ ഇന്ത്യൻ ഹജ്ജ് മിഷൻ പ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു. UAE എക്സ്ചേഞ്ചും പ്രമുഖ ബാങ്കിംഗ് ശൃംഖലയായ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കും തമ്മിൽ പണമിടപാട് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഇതോടെ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിന്റെ കോർപ്പറേറ്റ് ഉപയോക്താക്കൾക്ക് UAE എക്സ്ചേഞ്ചിന്റെ 150-ൽ പരം ശാഖകൾ വഴി അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ പണം നിക്ഷേപിക്കാം. സൗദിയിൽ 5000-ലേറെ പേർ ഭീകരവാദ കേസുകളിൽ തടവിൽ കഴിയുന്നതായി റിപ്പോർട്ട്. പിടിയിലായവരിൽ 20% വിദേശികളാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ സൗദി ഇന്റർപോളിന്റെ സഹായത്തോടെ കൊല്ലം പോലീസ് കമ്മീഷണർ മിറിൻ ജോസഫും സംഘവും റിയാദിലെത്തി അറസ്റ്റ് ചെയ്തു. റിയാദിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ഔസാഫ് സയീദുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു അറസ്റ്റ്. ന്യൂസിലൻഡിലെ പള്ളിയിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് സൗദി രാജാവിന്റെ അതിഥികളായി ഹജ്ജ് നിർവഹിക്കാൻ അവസരം. 200 പേർക്കാണ് ഇത്തരത്തിൽ അവസരം ലഭിക്കുക. സൗദി ദേശീയ പൈതൃകോത്സവമായ ജനാദ്രിയ മേള ഈ വർഷം മുതൽ സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്താൻ മന്ത്രിസഭായോഗ തീരുമാനം. ഇതുവരെ നാഷണൽ ഗാർഡ് മന്ത്രാലയമാണ് മേള സംഘടിപ്പിച്ചിരുന്നത്. സൗദി അറേബ്യയിലെത്തുന്ന ഹജ്ജ് തീർത്ഥാടകർക്ക് 10 ലക്ഷം സിം കാർഡുകൾ സൗജന്യമായി വിതരണം ചെയ്യും. ജിദ്ദ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്നവർക്കാണ് സിം കാർഡുകൾ സമ്മാനിക്കുന്നത്. ജൂൺ
ജൂൺ 30 അവസാനിച്ച ത്രൈമാസത്തിൽ ഫെഡറൽ ബാങ്ക് 46.25% വളർച്ചയോടെ 384.21 കോടി രൂപയുടെ അറ്റാദായം കൈവരിച്ചു. ബാങ്ക് കൈവരിക്കുന്ന എക്കാലത്തെയും ഉയർന്ന ത്രൈമാസ അറ്റാദായമാണ് ഇത്. ഇക്കാലയളവിലെ പ്രവർത്തന ലാഭം 782.76 കോടി രൂപയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരെ തിരഞ്ഞെടുക്കുന്ന ബ്ലൂംബർഗ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത് ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസ്. കഴിഞ്ഞ 7 വർഷത്തെ ചരിത്രത്തിൽ സൂചികയിൽ 2-ാം സ്ഥാനത്ത് തുടരുന്ന ബിൽ ഗേറ്റ്സ് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. രാജ്യത്ത് വാഹന വിപണിയിലെ മാന്ദ്യം തുടരുന്നു. ജൂണിലും വിൽപ്പന വൻതോതിൽ ഇടിഞ്ഞു. ജൂണിൽ കാറുകളുടെ ആഭ്യന്തര വിൽപ്പന 24.97% കുറഞ്ഞതായാണ് കണക്കുകൾ. തുടർച്ചയായ 12ാമത്തെ മാസമാണ് വിൽപ്പന ഇടിയുന്നത്. ആഗോള വ്യാപാര യുദ്ധത്തെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് തിരിച്ചടി. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി 9.71% കുറഞ്ഞ് $2,501 കോടി. ഇറക്കുമതിയും 9.06% താഴ്ന്നു. 9 മാസത്തിന് ശേഷം ആദ്യമായാണ് കയറ്റുമതി കുറയുന്നത്. അതേസമയം സ്വർണം ഇറക്കുമതി 13% വർദ്ധിച്ച് $269 കോടി ലെത്തി. രാജ്യത്തെ മികച്ച 100 ബ്രാൻഡുകളിൽ 1-ാം സ്ഥാനത്ത് ടാറ്റ ഗ്രൂപ്പ്. LIC, ഇൻഫോസിസ് എന്നിവ 2ഉം 3ഉം സ്ഥാനങ്ങൾ സ്വന്തമാക്കി. ഇംഗ്ലണ്ട് ആസ്ഥാനമായ ബ്രാൻഡ് ഫിനാൻസ് ആണ് പട്ടിക പുറത്തുവിട്ടത്. ബൗണ്ടറിയുടെ എണ്ണം കൊണ്ടല്ല ലോകകപ്പ് വിജയിയെ തീരുമാനിക്കേണ്ടതെന്ന് സച്ചിൻ. സൂപ്പർ ഓവറിലും സമനിലയായ മത്സരത്തിൽ ഒരു സൂപ്പർ ഓവർ കൂടി നടത്തണമായിരുന്നുവെന്നും ലോകകപ്പ് ഫൈനലിൽ മാത്രമല്ല ടൈ ആകുന്ന മറ്റ് മത്സരങ്ങളിലും ഇത് നടപ്പാക്കണമെന്നും സച്ചിൻ ടെണ്ടുൽക്കർ ആവശ്യപ്പെട്ടു. പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ ചീഫ് സെലക്ടർ ഇൻസമാം ഉൽ ഹഖ് സ്ഥാനമൊഴിയുന്നു. ബുധനാഴ്ച വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇൻസമാം സ്ഥാനമൊഴിയുന്ന കാര്യം അറിയിച്ചത്. ലോകകപ്പിന്റെ തുടക്കത്തിലെ പ്രകടനം മോശമായതിനെ തുടർന്ന് പാകിസ്ഥാന് സെമി ഫൈനലിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഖത്തറിൽ 2022 നടക്കാനിരിക്കുന്ന ഫിഫ ലോകകപ്പിനായുള്ള ഏഷ്യൻ മേഖലാ നറുക്കെടുപ്പിൽ ഇന്ത്യ കരുത്തരുടെ ഗ്രൂപ്പിൽ. ഏഷ്യൻ ചാമ്പ്യന്മാരായ ഖത്തർ ഉൾപ്പെട്ട ഗ്രൂപ്പിലാണ് ഇന്ത്യ ഇടം പിടിച്ചത്. ഖത്തറിന് പുറമെ ഒമാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയവരും ഇന്ത്യയുടെ ഗ്രൂപ്പിലുണ്ട്. ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങളായ PV സിന്ധുവും K ശ്രീകാന്തും 2ാം റൗണ്ടിൽ. ടൂർണമെന്റിൽ 5ാം സീഡായ സിന്ധു ജപ്പാന്റെ അയ ഒഹിറോയെ തോൽപ്പിച്ചപ്പോൾ ലോക 9ാം റാങ്കുകാരനായ ശ്രീകാന്ത് ജാപ്പനീസ് താരം കെൻ നിഷിമോട്ടോയെ നേരിട്ടുള്ള 2 സെറ്റുകൾക്ക് തോൽപ്പിച്ചു. ഇനി ജില്ലാ വാർത്തകൾ. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് മന്ത്രി M. M. മണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ ന്യൂറോ സർജറി തീവ്രപരിചരണ വിഭാഗത്തിലാണ് മന്ത്രി M. M. മണി. മന്ത്രിയുടെ ആരോഗ്യനിലയിൽ ആശങ്ക വേണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. പി കേശവദേവ് ട്രസ്റ്റിന്റെ 15ാമത് പി കേശവദേവ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ അവാർഡുകൾ വിതരണം ചെയ്തു. പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ഡോക്ടർ M. V. പിള്ളയ്ക്കും വിശിഷ്ട സേവന പുരസ്കാരം K. മുഹമ്മദ് ബായ് സഫീറുള്ള IASനും സമ്മാനിച്ചു. കർക്കിടക വാവ് ബലിക്ക് മുന്നോടിയായി വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കാൻ ജില്ലാ കളക്ടർ K. ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനം. വിവിധ ഡെപ്യൂട്ടി കളക്ടർമാരുടെ നേതൃത്വത്തിൽ വർക്കല, ശംഖുമുഖം, തിരുവല്ലം, അരുവിപ്പുറം, അരുവിക്കര എന്നിവിടങ്ങളിലായി ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കും. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു. വനിതകളടക്കം 6 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടുകാൽ ഗ്രാമപഞ്ചായത്തിലെ ഇടത്തോട് നവീകരണ ജോലികൾ നടക്കവെയാണ് കടന്നലുകൾ ആക്രമിച്ചത്. ആരോഗ്യ വിഭാഗവും നഗരസഭാ ഹെൽത്ത് സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ നെടുമങ്ങാട് ചന്തയിൽ നിന്ന് പുഴുവരിച്ച മീൻ പിടിച്ചെടുത്തു. പരിശോധനയിൽ ശേഖരിച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലം വന്നതിനു ശേഷം കച്ചവടക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. കുടുംബശ്രീയുടെ 21ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായ അരങ്ങ് 2019 കലോത്സവത്തിന്റെ കൊല്ലം താലൂക്ക് തല മത്സരങ്ങൾക്ക് തുടക്കമായി. TM വർഗീസ് ഹാളിൽ മേയർ അഡ്വക്കേറ്റ് V. രാജേന്ദ്രബാബു കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ശാസ്താംകോട്ട പഞ്ചായത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കാൻ കഴിയാതിരുന്നവർക്ക് ഇന്നു മുതൽ 3 ദിവസം കാർഡ് പുതുക്കാൻ അവസരം. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് കാർഡ് പുതുക്കൽ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രക്കടവിന് സമീപം പള്ളിയോടങ്ങൾ അടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന മൺപുറ്റ് നീക്കം ചെയ്യാൻ MLA ഫണ്ട് അനുവദിക്കും. സെപ്റ്റംബർ 15-നാണ് ഉത്രട്ടാതി വള്ളം കളി. കാരക്കാട് 7ാം വാർഡിൽ അംഗൻവാടി കെട്ടിടത്തിന് തറക്കല്ലിട്ടു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് മുളക്കുഴ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ
PR വിജയകുമാർ ശിലാസ്ഥാപനം നടത്തി. ബിരിയാണിക്ക് പണം ചോദിച്ചതിന് ഹോട്ടലുടമയെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന 4 പ്രതികളിൽ 3 പേർ പിടിയിൽ. അരൂർ സ്വദേശികളായ അനീഷ്, അഗസ്റ്റിൻ, ജെറാൾഡ്, ഷാനു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. അരൂരിലെ ഇറാനി ഹോട്ടലിന്റെ ഉടമ അഹമ്മദ് കബീറിനെയും കുടുംബാംഗങ്ങളെയുമാണ് ഇവർ ആക്രമിച്ചത്. വീട്ടിൽ അമ്മയ്ക്കൊപ്പം കിടന്നുറങ്ങിയ നേപ്പാൾ സ്വദേശിയായ 13-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച 20-കാരനെ കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കൃഷ്ണപുരം കിഴക്കേ വീട്ടിൽ നിതീഷ് മോഹനെയാണ് കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലാ രാമപുരം മണപ്പാട്ട് പുത്തൻപുരയിൽ KS രാമകൃഷ്ണൻ അന്തരിച്ചു. ഇന്ന് 1 മണിവരെ സ്വവസതിയിൽ പൊതുദർശനത്തിന് വച്ച ശേഷം 2 മണിക്ക് ഇളങ്കൂർ മറ്റത്തെ തറവാട്ട് വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിക്കും. ശൈലജയാണ് ഭാര്യ. ഇൻസൈറ്റ് മീഡിയ സിറ്റി അക്കൗണ്ടന്റ് അനന്തു രാമകൃഷ്ണൻ, സ്വാതി കൃഷ്ണ എന്നിവർ മക്കളാണ്. പാരസൻസ് വാലി ഡാമിന് സമീപം കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. ഏകദേശം 15 വയസ്സ് തോന്നിക്കുന്ന ആൺകടുവയുടെ ജഡമാണ് കണ്ടെത്തിയത്. കടുവയുടെ ആന്തരിക ഭാഗങ്ങൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു. ഹോസ്റ്റലിൽ വാർഡൻ മാനസികമായി പീഡിപ്പിച്ചതിനെ തുടർന്ന് 10ാം ക്ലാസ്സുകാരൻ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. വിദ്യാർത്ഥിയെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ മാതാപിതാക്കൾ മൂന്നാർ ചൈൽഡ് ലൈനും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി. കേരള തമിഴ്നാട് അതിർത്തി തർക്കം നിലനിൽക്കുന്ന സ്ഥലത്ത് തമിഴ്നാട് പോലീസിന്റെ മിനി പോലീസ് സ്റ്റേഷൻ. കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിലാണ് പോലീസ് സ്റ്റേഷൻ. ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ മറികടന്നാണ് തമിഴ്നാട് പുതിയ കേന്ദ്രം തുറന്നിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ 300 പേർക്ക് കള്ളത്തോക്കുകളുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇവിടെ നിയമപ്രകാരം ലൈസൻസ് ഉള്ളത് 689 പേർക്കാണ്. കള്ളത്തോക്കുകൾ കൈവശം വച്ചിരിക്കുന്നവരെക്കുറിച്ച് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങി. കടുവയുടെ തോലുമായി പിടിയിലായ 5-അംഗ സംഘത്തെ റിമാൻഡ് ചെയ്തു. തമിഴ്നാട് സ്വദേശികളായ നാരായണൻ, ചക്കരൈ, മുരുകൻ, കറുപ്പുസ്വാമി, രത്തിനവേൽ എന്നിവരെയാണ് പീരുമേട് ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. വയോധികരിൽ നിന്ന് മോഷ്ടിച്ച മൊബൈൽ ഫോണും ചെക്ക് ബുക്കും ഉപയോഗിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോതമംഗലം സ്വദേശി ഷാജി എൽദോസിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഡോക്ടർ K. ജയകുമാർ എറണാകുളം മഹാരാജാസ് കോളേജിലെ പുതിയ പ്രിൻസിപ്പൽ. ഒല്ലൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസസ് കോളേജിലെ പ്രിൻസിപ്പലായിരിക്കെയാണ് സ്ഥാനക്കയറ്റം ലഭിച്ചത്. മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലായി ജയകുമാർ നിയമിതനായ മഹാരാജാസിലെ പ്രിൻസിപ്പൽ ഡോക്ടർ K. കൃഷ്ണകുമാറിനെ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് കൊളീജിയറ്റായും നിയമിച്ചു. പള്ളിക്കര പെരിങ്ങാല പോത്തനാംപറമ്പിൽ 1.5 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാനക്കാരനായ യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി. അസം സ്വദേശിയായ ആഷിഖുൽ ഇസ്ലാമാണ് പിടിയിലായത്. പ്രളയത്തിൽ കേടുപാട് സംഭവിച്ച അതിരപ്പള്ളി വെറ്റിലപ്പാറ പാലം അപകടാവസ്ഥയിൽ തുടരുന്നു. പ്രളയം കഴിഞ്ഞ് 1 വർഷമായിട്ടും എറണാകുളം, തൃശൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിൽ അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല. 100 കണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി ഇതുവഴി കടന്നുപോകുന്നത്. ലുങ്കി ഉടുത്തെത്തിയ ആൾക്ക് റെസ്റ്റോറന്റിൽ പ്രവേശനം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ലുങ്കി മാർച്ച്. കോഴിക്കോട് ബീച്ചിൽ പ്രവർത്തിക്കുന്ന സീ ക്വീൻ ഹോട്ടലിലേക്കാണ് മാർച്ച് നടത്തിയത്. ഈ മാസം 13-ന് രാത്രിയാണ് ചേലേമ്പ്ര സ്വദേശിയായ അബ്ദുൽ കരീം ലുങ്കി ഉടുത്ത് ഹോട്ടലിലെത്തിയപ്പോൾ പ്രവേശനം നിഷേധിച്ചത്. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സെയിന്റ് മൈക്കിൾസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സുവർണ ചന്ദ്രിക എന്ന പേരിൽ ബഹിരാകാശ ശാസ്ത്ര വിദ്യാഭ്യാസ പ്രദർശനം സംഘടിപ്പിച്ചു. ഇന്ത്യയുടെ 2ാം ചാന്ദ്ര ഗവേഷണ പദ്ധതിയായ ചന്ദ്രയാൻ 2ന്റെ മാതൃകയും പ്രദർശനത്തിന്റെ ഭാഗമായി. പ്രയാസം അനുഭവിക്കുകയും ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് ഇരയാവുകയും ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചതിന്റെ പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയിൽ 2 ചൈൽഡ് ലൈൻ കേന്ദ്രങ്ങൾ കൂടി തുടങ്ങുന്നു. തീരദേശ മേഖലയ്ക്കായി താനൂരിലും മലയോര മേഖലയ്ക്കായി നിലമ്പൂരിലുമാണ് സബ് സെന്ററുകൾ തുടങ്ങുന്നത്. കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിന് സമീപം LPG ടാങ്കർ ലോറിയും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. മലപ്പുറം തിരൂർ സ്വദേശി ജാഫറാണ് മരിച്ചത്. അപകടത്തിൽ പരുക്കേറ്റ 5 പേരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ഷോളയാർ പവർ ഹൌസിൽ നവീകരണ പ്രവൃത്തി തുടങ്ങി. ജനറേറ്ററുകളും പെൻ സ്റ്റോക്കുകളും നവീകരിക്കുന്നതിനായി പവർ ഹൌസ് അടച്ചിട്ടിരിക്കുകയാണ്. 120 കിലോ പുകയില ഉൽപ്പന്നങ്ങളുമായി 2 ഇതര സംസ്ഥാനക്കാർ പിടിയിൽ. അസം സ്വദേശി അംജദ് അലി, ഷാജഹാൻ അലി എന്നിവരെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. കടൽക്ഷോഭത്തെ തുടർന്ന് തളിക്കുളം പത്താംകല്ല് ബീച്ചിൽ തീരദേശ റോഡ് കടലെടുത്തു. റോഡ് പൂർണ്ണമായി കടലിലേക്ക് ഒലിച്ചു പോകുമെന്ന നിലയിലാണ്.
മലമ്പുഴ ഡാം പ്രദേശങ്ങളിൽ നിന്ന് 2000 വർഷങ്ങൾക്ക് മുൻപ് ഉപയോഗിച്ചിട്ടുള്ള ഇരുമ്പ് ഉപകരണങ്ങളും ആയുധങ്ങളും കണ്ടെത്തി. UGCയുടെ സഹായത്തോടെ പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് ചരിത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ രാജൻ കോയുടെ ഗവേഷണത്തിന്റെ ഭാഗമായുള്ള അന്വേഷണത്തിലാണ് പുതിയ കണ്ടെത്തൽ. മണ്ണാർക്കാട് പയ്യനടത്ത് വീട്ടിൽ വൻ കവർച്ച, 17.5 പവൻ സ്വർണവും 10,000 രൂപയും നഷ്ടപ്പെട്ടു. വളാഞ്ചേരി നഗരസഭാ കൌൺസിലർ പ്രതിയായ പോക്സോ കേസിൽ മധ്യസ്ഥ ശ്രമം നടത്തിയതായി ചൈൽഡ് ലൈനിന്റെ പരാതി. പ്രതിയിൽ നിന്ന് പണം വാങ്ങി പെൺകുട്ടിയുടെ മൊഴി മാറ്റാനാണ് ശ്രമം നടക്കുന്നതെന്നാണ് ആരോപണം. പ്രളയത്തിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി ജില്ലയിൽ സർക്കാർ 46,71,00,000 രൂപ ചെലവിട്ടു. പൂർണ്ണമായി തകർന്ന വീടുകൾക്ക് പകരം പുതിയവ നിർമ്മിക്കാൻ 10 കോടിയിലേറെ രൂപയും ഭാഗികമായി തകർന്ന വീടുകളുടെ അറ്റകുറ്റപ്പണിക്കായി 30 കോടിയോളം രൂപയും ഭൂമിയും വീടും നഷ്ടപ്പെട്ടവർക്ക് സ്ഥലം വാങ്ങാൻ 2.5 കോടി രൂപയും ഗുണഭോക്താക്കൾക്ക് നൽകി. പനമരം നടവയൽ ചെറിയ പാലത്തിനടിയിൽ അജ്ഞാത മൃതദേഹം. ദിവസങ്ങൾ പഴക്കമുള്ള പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. പോലീസ് അന്വേഷണം തുടങ്ങി. പാപ്പനശ്ശേരി കീച്ചേരിയിലെ കവർച്ച നടന്ന ATM കൌണ്ടറിൽ വളപട്ടണം പോലീസും SBIയുടെ NCR ATM കമ്പനി എഞ്ചിനീയറിംഗ് വിദഗ്ധരും പരിശോധിച്ചു. ചൊവ്വാഴ്ചയാണ് ATMൽ മോഷണ ശ്രമം നടന്നത്. കാസർഗോഡ് കുമ്പളയിൽ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ചു. കുമ്പള ഷേഡിക്കാവ് പരേതനായ രാധാകൃഷ്ണന്റെ ഭാര്യ കലാവതിയാണ് മരിച്ചത്. തകർന്നു കിടക്കുന്ന രാജപുരം ബളാൽ ജില്ലാ പഞ്ചായത്ത് റോഡ് അടിയന്തരമായി ടാറിംഗ് നടത്താൻ ധാരണ. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലം സന്ദർശിച്ചു. 2 കോടി രൂപയാണ് റോഡ് വികസനത്തിന് ജില്ലാ പഞ്ചായത്ത് മാറ്റിവെച്ചിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വിശദമായി കാണാം.